എന്തിനായിരുന്നു ലിജിൻ അങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്തോണ്ടിരുന്നത്? നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ 10 ദിവസം പട്ടിണി കിടന്നാൽ മതി. ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. കഴിക്കുന്നു, എനർജി കിട്ടുന്നു, നമ്മള് അത് വെച്ച് ജീവിക്കുന്നു. ചോറൊക്കെ മാറ്റി വെച്ച് ചപ്പാത്തി ഇത് വൈകിട്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യൊന്നും വേണ്ട. അതെനിക്ക് ഭയങ്കര അമേസിംഗ് ആയിട്ട് തോന്നി അല്ലേ? ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ബ്ലൈൻഡ് ആയിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്തില്ല. അതിന്റെ മെയിൻ മീലാണ്. അതാണ് എന്റെ ഡെയിലി ഏറ്റവും വലിയ മീല്. 5 ലിറ്ററിന്റെ ടബ് എടുത്താലും ഒരിക്കലും വെയിറ്റ് ഞാനൊരു എന്റെ അതിന്റെ കുറവ് കൊണ്ടാണ് നമുക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. Why it is important to have fiber in your food? Welcome to Inspired Folks. ഇൻസ്പയർഡ് ഫോക്സിന്റെ അടുത്തൊരു എപ്പിസോഡില് എല്ലാവർക്കും സ്വാഗതം. ലിജിന്റെ ഒരു കമ്മിറ്റ്മെന്റ്, ആ ഒരു ഫോക്കസിനെ കുറിച്ച് എല്ലാം കേട്ടോ. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു ഡയറ്റ് പ്ലാനും ഒരു ന്യൂട്രീഷനും ഒക്കെ. ഡയറ്റിനെ കുറിച്ച് ഒരുപാട് പറയുന്നവർ ഒരുപാട് പേരുണ്ട്. എങ്കിൽ കൂടി എങ്ങനെയായിരുന്നു ആ ഒരു ജേണി? ലിജിൻ ന്യൂട്രീഷൻ ട്രെയിൻഡും കൂടിയാണ്. ലിജിൻ ഒത്തിരി അതില് ഹയർ സ്റ്റഡീസ് എന്തൊക്കെയോ ചെയ്തായിരുന്നു. ലിജിൻ ഒത്തിരി ആ ഒരു ഒത്തിരി ഒരു ന്യൂട്രീഷൻ ബേസ്ഡ് ബുക്സും വായിക്കുന്നതും അല്ലെങ്കിൽ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ ഞാൻ വേണ്ടി കേട്ടിട്ടുണ്ട്. So I want you to share with the audience. ഡയറ്റ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു എൻഡ്യൂറൻസ് സ്പോർട്ടാണ് മാരത്തോൺ. അപ്പം അങ്ങനത്തെ സ്പോർട്ടിനായിട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും ആ ഡയറ്റിന്റെ ഇമ്പോർട്ടൻസ് ഒത്തിരി കൂടുതലാണ്. അപ്പൊ ഞാൻ അത് ആദ്യമേ മനസ്സിലാക്കി. ഞാൻ സൈനപ്പ് ചെയ്തപ്പോഴേ മനസ്സിലാക്കി ഐ കനോട്ട് ജസ്റ്റ് എക്സസൈസ് ആൻഡ് ഗോ റൺ. അപ്പൊ എന്റെ ഡയറ്റും എന്റെ ലൈഫ് സ്റ്റൈലും മാറ്റണമെന്ന് എനിക്കറിയായിരുന്നു. ഉറക്കം അതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് എപ്പോ ഉറങ്ങുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ഒത്തിരി പഠിക്കാൻ ഞാൻ ശ്രമിച്ചു. വെരി പ്രോമിനന്റ് ആയിട്ടുള്ള കുറെ ന്യൂട്രീഷൻ ആൻഡ് എക്സസൈസ് ആ വേൾഡിലെ കുറെ പ്രോമിനന്റ് ആൾക്കാർ, മാർക്ക് ഹ്യൂബർമൻ, പീറ്റർ അറ്റിയ, ആൻഡി ഗാൽപിൻ, ഡോക്ടർ ഹൈമൻ, അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. എന്റെ കുറെ ഫേവറേറ്റ് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ റിസർച്ചും ഡോക്ടർ ബി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ ഒത്തിരി ഫോളോ ചെയ്തു. ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ബ്ലൈൻഡ് ആയിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്തില്ല. ഞാൻ ഡയറ്റിനെ കുറിച്ച് പഠിച്ചിട്ട് ഐ സ്റ്റാർട്ടഡ് ടു നോ മൈസെൽഫ്. എന്റെ ശരീരം എന്താണെന്ന് ഞാൻ ഇതിപ്പോ ഡയറ്റ് പഠിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വലിയ ഇത് പോയി ചെയ്യുമെന്നല്ല, ഒരു സ്മോൾ സ്റ്റെപ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സസൈസ് ചെയ്യുമ്പോ ഞാൻ കേൾക്കുന്ന പാട്ടിന് പകരം ഞാൻ പോഡ്കാസ്റ്റ് കേൾക്കാൻ തുടങ്ങി. ന്യൂട്രീഷൻ ബേസ്ഡ് ആയിട്ടുള്ള പോഡ്കാസ്റ്റ്, ന്യൂട്രീഷൻ എക്സസൈസ് ആ ബേസ്ഡ് ആയിട്ടുള്ള പോഡ്കാസ്റ്റ് കേൾക്കാൻ തുടങ്ങി. അപ്പം എന്റെ എക്സസൈസ് നടക്കും, എപ്പോഴും അപ്പൊ ഞാൻ എന്തെങ്കിലും നല്ല കാര്യം കേൾക്കുവാണെങ്കിൽ അപ്പൊ ഞാൻ അത് സ്കിപ്പ് ചെയ്ത് നോട്ട്സിനകത്ത് എഴുതി വരും. അപ്പൊ എനിക്ക് വലിയൊരു ഇതിന്റെ നോട്ട്സ് ഉണ്ട്. അപ്പൊ ഞാൻ ഞാൻ കുറെ അങ്ങനെ കിട്ടുന്ന നല്ല ഇൻഫർമേഷൻസ് ഞാൻ കുറെ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുകയും ചെയ്തായിരുന്നു. അത് ഒരു ഇതാണ്. ഡയറ്റ് അല്ല, എനിക്ക് വേണ്ട ഭക്ഷണവും ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഞാൻ ഡെവലപ്പ് ചെയ്തു. അതാണ് എന്റെ ഡയറ്റ് ജേർണി. ഞാൻ ബാക്കി ഈ ലോകത്ത് എല്ലാ സാധനവും ട്രൈ ചെയ്ത ആളാണ്. കീറ്റോ ലോ കാർബ്, ഹൈ കാർബ്, ലോ ഫാറ്റ്, അത് പറഞ്ഞ എല്ലാ സാധനവും ചെയ്ത ആളാണ്. ഒന്നും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി, പക്ഷെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അത് പുറത്ത് അതിലേക്ക് തിരിച്ചു പോയിട്ട് ഒരു കാര്യമില്ലാന്ന് എനിക്കറിയാം. എനിക്കിപ്പോ പ്രത്യേകിച്ച് ഒരു ഡയറ്റ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഇതാണ് എന്റെ ഡയറ്റിന്റെ പേരെന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഇല്ല, അതല്ല. ഇത് എന്റെ ഡയറ്റ് ആണ്. പക്ഷെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നോർമൽ ചോറും കറിയും എല്ലാം ഉള്ള നാടൻ മലയാളിയുടെ ഡയറ്റാണ്. ഒരിക്കലും വെയിറ്റ് ഞാനൊരു എന്റെ ഞാൻ കുറെ കാര്യങ്ങൾ ഹെൽത്ത് മാർക്കേഴ്സ് എന്നുള്ള ഇപ്പൊ KPI എന്നൊക്കെ പറഞ്ഞ പോലെ ഹെൽത്ത് മാർക്കേഴ്സ് ആയിട്ട് ഞാൻ കരുതുന്നുണ്ട്. അതിനകത്ത് വെയിറ്റ് ഒരിക്കലും ഹെൽത്ത് മാർക്കർ അല്ല എനിക്ക്. നമ്മളെല്ലാരും ഡയറ്റ് ചെയ്യുന്നത് വെയിറ്റ് കുറയ്ക്കാനാണ്. അതൊരു പ്രോബ്ലം ആണ്. വെയിറ്റ് കുറയുക എന്ന് പറഞ്ഞാൽ വെരി ഈസിയാണ്. ഇപ്പൊ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ 10 ദിവസം പട്ടിണി കിടന്നാൽ മതി. ഇറ്റ്സ് എ വെരി ബാഡ് വേ ടു ലൂസ് വെയിറ്റ്. അപ്പൊ 10 ദിവസം പട്ടിണി കിടന്നാൽ വെയിറ്റ് കുറയല്ലേ? നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിക് ഇത് മാറും. നമ്മൾ സ്റ്റാർവിംഗ് എന്നുള്ള രീതിയിലേക്ക് പോകും. ശരീരം നമ്മുടെ ബേസിക് BMR അതും അതിന്റെ താഴ്ത്തോട്ട് ആവും നമ്മുടെ ശരീരം. അപ്പൊ നമ്മുടെ പല ഫങ്ഷൻസും നിലയ്ക്കും. പക്ഷെ നമ്മള് യു വിൽ ലൂസ് അപ്പം അത് ഞാൻ പറഞ്ഞ. സോ ഡോണ്ട് തിങ്ക് വെയിറ്റ്. ലൂസിങ് വെയിറ്റ് ഈസ് ഗെറ്റിംഗ് ഹെൽത്തി എന്ന കൺസെപ്റ്റ് നമ്മൾ മറക്കേണ്ട സമയം പണ്ടേ.
ലിജിന്റെ ആ ഒരു വെയിറ്റ് കുറയ്ക്കില്ലായിരുന്നു ലിജിന് പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ്. പക്ഷെ ലിജിന് അതിലെ ഒരു ഫോക്കസ് എന്തായിരുന്നു? ഇപ്പൊ എന്തിനായിരുന്നു ലിജിൻ അങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്തോണ്ടിരുന്നത്? ഈറ്റ് ഹെൽത്തി ആണോ അതോ? ഞാൻ ഈറ്റ് ഹെൽത്തി എന്ന് പറഞ്ഞാൽ ഈറ്റ് ഹെൽത്തി, ഈറ്റ് റെഗുലർ ആയിട്ട് നമുക്കൊരു സർക്കേഡിയൻ റിതം എന്ന് പറഞ്ഞ ഇതുണ്ട്. നമ്മുടെ ജീവജാലങ്ങൾക്ക് എല്ലാം ഉള്ള ഒരു സാധനമാണ്. എപ്പോഴും എഴുന്നേക്കണം, നമ്മുടെ ബോഡി ഉറങ്ങുക കിടക്കുക എന്നുള്ള ഒരു റിതം ഉണ്ട്, ഒരു ക്ലോക്ക് ഉണ്ട്, ബോഡിയുടെ ക്ലോക്ക് എന്ന് പറയുക. അപ്പൊ ആ സർക്കേഡിയൻ റിതത്തിനെ ഞാൻ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആദ്യം തന്നെ പോയി ചായ കുടിക്കത്തില്ല. കാരണം നമ്മുടെ ശരീരം തന്നെ എഴുന്നേക്കാൻ 1 മണിക്കൂർ എടുക്കും. അതിന്റെ നോർമൽ ഫംഗ്ഷൻ എഴുന്നേക്കും, പക്ഷെ അതിന്റെ ഫംഗ്ഷൻ നമ്മൾ ആ എനർജി ലെവല് ഇതിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് 1 hour എടുക്കും. അതിനൊരു പാത്വേ ഉണ്ട്. ആ പാത്വേ ഇത് ചെയ്യണേ. നമ്മൾ കോഫി കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാത്വേയില് ഞാൻ പേരുകളൊന്നും പറയാനില്ല, ഭയങ്കര കോംപ്ലക്സ് ആവും. ഇതാവുന്ന എൻസൈംസിനോട് പോയിട്ട് ഈ കഫീൻ ഇതാവും, അതിൽ പോകുന്നില്ല. നമ്മള് പെട്ടെന്ന് എനർജി വരും, പെട്ടെന്ന് ലോസ് ആവും. അപ്പൊ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ കുടിക്കുക വെള്ളം കുടിക്കും. അഡിക്റ്റീവ് അല്ല, അഡിക്റ്റീവ് ആയിട്ടൊന്നും കഴിക്കത്തില്ല. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കും. അത് കഴിക്കുന്നത് നന്നായിട്ട് കഴിക്കും. ഇൻസുലിൻ ഏറ്റവും കൂടുതൽ കൂടി നിൽക്കുന്ന സമയമാണത്. അപ്പൊ നമുക്ക് നന്നായിട്ട് കഴിക്കും. നന്നായിട്ട് കഴിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചീത്ത ഭക്ഷണമല്ല, പച്ചക്കറികൾ എല്ലാം കൂടിയിട്ട് കഴിക്കും. ചോറൊക്കെ ലിജിന്റെ സാധാ നമ്മൾ റൈസ് നമ്മുടെ നാട്ടിലെ കുത്തരി അല്ലെങ്കിൽ നമ്മുടെ ചോറില്ലെങ്കിൽ മറ്റു അങ്ങനെ അങ്ങനെ നമ്മള് സാധാരണ റൈസ് കുത്തരി അരി ഗ്രെയിൻ ആണ്, ഓൾ ഗ്രെയിൻ ആണ്. ഇപ്പൊ നമ്മള് പോളിഷ്ഡ് അല്ലാത്ത റൈസ്, ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള റൈസ് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതാണ് ചപ്പാത്തിനേക്കാളൊക്കെ 100% നല്ലത്. ആൾക്കാർ നാട്ടില് പറയും, ഡോക്ടർ പറയും ചോറൊക്കെ മാറ്റി വെച്ചേക്ക്, ചപ്പാത്തിയുടെ പ്രശ്നം ചപ്പാത്തി പൊടിയാണ്. അത് ഇൻഡസ്ട്രിയലി പൊടിച്ചതാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടൈനി ഗ്രെയിൻ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ കഴിക്കുന്ന പോലെ തന്നെയാ. ഇത് വയറ്റിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യൊന്നും വേണ്ട ശരീരത്തിന്. അത് ഓൾറെഡി പൊടിച്ച് റെഡി ടു അബ്സോർബ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ വെരി ഹൈ ഷുഗർ സ്പൈക്ക് ഉണ്ടാവും, ഭയങ്കര വെരി ഹൈ ഇൻസുലിൻ റിലീസും ഉണ്ടാകും. അപ്പൊ നമുക്ക് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ, അതിലേക്ക് സെൻസിറ്റിവിറ്റി കുറയും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സോ അതാണ് ഞാൻ ചെയ്തത്. എനിക്ക് ലിജിൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ലിജിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരിക്കൽ ഒരു ബുക്ക് ഹ്യൂബർമാന്റെ ഡോക്ടർ ഹൈമന്റെ ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് യങ് ഫോർ എവർ അത് ഞാൻ വായിച്ചായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതില് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഫുഡ് നൈസ് ആവണത് ഇത്രയും ഭാഗത്ത് നമ്മുടെ കഴുത്തിന്റെ മുകളിൽ മാത്രമാണ് ഫുഡ് നമ്മൾ എൻജോയ് ചെയ്യണുള്ളൂ. താഴേക്കും പിന്നെ മുകളിലേക്കും ഫുഡിന്റെ ഒരു മീനിങ് വേറെ. പിന്നെ നമുക്ക് അതൊരു ബേർഡൻ അല്ല, മീൻസ് ഇവിടെ മാത്രമേ നമുക്ക് അതിന്റെ ഒരു പ്ലഷർ കിട്ടണുള്ളൂ എന്നാണ്. അതെനിക്ക് ഭയങ്കര അമേസിംഗ് ആയിട്ട് തോന്നി. അല്ലേ, വെരി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആൻസർ. നമുക്ക് ടേസ്റ്റ്, നമ്മളിപ്പോ എല്ലാവരും പറയുന്ന കാര്യമുണ്ടല്ലോ, ജീവിക്കുന്നിടത്തോളം കാലം നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കണം, അത് ഇവിടെ വരെ ഉള്ളൂ. പുള്ളി പറയണത് നമ്മളെ കഴുത്തിൽ അല്ലെങ്കിൽ നാവില് മാത്രമാണ് ഫുഡിന്റെ ഒരു ടേസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഈറ്റ് ചെയ്യണം ഒരു സംഭവം, ഒരു ഭക്ഷണം, ഒരു ബിരിയാണി എന്തോ ആയിക്കോട്ടെ, നമ്മൾ കഴിക്കണ നാവിന്റെ ഒരു ഗുണത്തിലാണല്ലോ. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഫുഡ് വെറും കെമിക്കൽ ആണെന്നാണ് പുള്ളി പറയണത്. അങ്ങനെ പ്ലഷർ കണ്ടുവരുന്ന ഭക്ഷണങ്ങളെല്ലാം ഡോപ്പമിൻ ബേസ്ഡ് ആണ്. ഇപ്പൊ ഷുഗർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡോപ്പമിൻ എന്ന് വെച്ചാൽ പ്ലഷർ തരുന്ന അതിനോട് അസോസിയേറ്റഡ് ആണെന്നാണ് പറയുന്നത്. നമ്മളിപ്പോ സന്തോഷം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഡോപ്പമിൻ തന്നെയാണ് അത്. അപ്പൊ അത് അഡിക്റ്റീവും കൂടെയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള തിരിച്ചറിവുകളാണ് എന്നെ ഭക്ഷണത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള അത് ഒരു സംഭവം അല്ലേ. ഡോക്ടർ ഹൈമന്റെ ആ ബുക്കിൽ വെരി ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ഒരു എനർജിയും ഈവൻ നമ്മുടെ മൂഡ് വരെ ഒരു പരിധി വരെ ഫുഡ് ആണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗസ് നെർവിന്റെ ഒരു കണക്ഷൻ ആണ്. അതായത് ബ്രെയിനിൽ തുടങ്ങുന്ന വാഗസ് നെർവ് നമ്മളിത് ചിന്തിക്കുന്നത്, നമ്മള് ഈ ഫുഡിനെ കുറിച്ച് ചിന്തിക്കുന്ന ഇത്രേ ഉള്ളൂ. കഴിക്കുന്നു, എനർജി കിട്ടുന്നു, നമ്മള് അത് വെച്ച് ജീവിക്കുന്നു, അങ്ങനെ. പക്ഷെ അത് അങ്ങനെ അല്ലത്. നമ്മുടെ ആ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ, ആ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനുള്ള ഇമ്പോർട്ടൻസ് ഒത്തിരി കൂടുതലാണ്. അപ്പൊ പുതിയ ഇതനുസരിച്ച് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ, നമ്മുടെ അസുഖമൊക്കെ വരാതിരിക്കുന്ന ഇതിന്റെ 70% ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്ടാണ്. സ്റ്റൊമക്കിന്റെ ലൈനിങ്ങിലാണ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അപ്പം അത് ഈ സ്റ്റൊമക്കിന്റെ ഔട്ടർ ലൈനിങ്ങും ആയിട്ട് ഇന്നർ ലൈനിങ്, ഏറ്റവും ഇന്നർ ലൈനിങ്ങും ആയിട്ട് ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. അപ്പം അതിലുണ്ടാവുന്ന ചേഞ്ചസ് എല്ലാം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയും നമ്മുടെ ബ്രെയിനിനെയും എഫക്ട് ചെയ്യുന്നു. അല്ല, ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ വാഗസ് നെർവ് എന്ത് ചെയ്യുന്ന
കാര്യം പറഞ്ഞു. എന്തുകൊണ്ട് നമുക്ക് വളരെ നിറച്ച് ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ മൂഡ് മാറുന്നതും നമുക്ക് ബ്രെയിൻ വളരെ ഫോഗി ആവുന്നതും ഒക്കെ ആ വാഗസ് നെർവിന്റെ ഫംഗ്ഷൻ എന്നാണ് ഞാൻ വായിച്ചത്. നമ്മളങ്ങനെ മെഡിക്കൽ ടൈം കൊണ്ട് ഞാൻ ഭയങ്കര പുള്ളി മെഡിക്കൽ ടൈം അല്ല, പുള്ളി ആ ബുക്ക് മൊത്തം ഒരു വെരി കോമൺ മാനെ മനസ്സിലാവുന്ന പോലെ ഭക്ഷണത്തിന്റെ വേറൊരു ആംഗിളാ. നമ്മൾ കാണുന്ന ഭക്ഷണം, നമ്മള് ആ പുസ്തകം വായിച്ചിട്ട് നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോ പുള്ളി തന്നെ പറയണ്ടത് നമ്മൾ 2 തവണ ആലോചിച്ചിട്ട് കഴിക്കണം അല്ലെ. അത് എവിടേക്കാണോ നമ്മൾ നാവിന് കൊടുക്കണതാണോ അത് താഴേക്ക് പോയിട്ട് ഉള്ളൊരു. അതാണ് ഡോക്ടർ അറ്റിയ പറയുന്ന ഒരു കാര്യം എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട്. പണ്ടത്തെ ആൾക്കാർ ഭയങ്കര ഹെൽത്തി ആണെന്ന് പറയുമല്ലോ, അത് ശരിക്കും ക്വാണ്ടിറ്റി ഓഫ് ഫുഡിനേക്കാളും കൂടുതൽ ക്വാളിറ്റി ഓഫ് ഫുഡ് എന്ന് പറഞ്ഞ ഫാക്ടർ. ഫാമിംഗ് ചെയ്യുന്ന ആ ഒരു ഇതും കാര്യങ്ങളെല്ലാം ഡിഫറെന്റ് ആണ്. അതും ഇതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഭക്ഷണത്തിന്റെ നമ്മുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്ലസ് ക്വാണ്ടിറ്റി കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ചു. നാട്ടിലെ പിള്ളേരും മന്തി കുഴിമന്തിന് പുറകെ പോകാന്നുള്ള ശ്യാം പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു വരുമ്പോ നമ്മുടെ ഭക്ഷണത്തിന്റെ ആ സെൻസേഷൻ ഇവിടം വരെ ഉള്ളൂ. നമ്മൾ ആ ഒരു ചിന്ത മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം ശരിക്കും എനർജിക്കുള്ള ഒരു ഇതാണ്. പിന്നെ നമുക്ക് നല്ല ഭക്ഷണം കാണും, ചില നല്ല ഭക്ഷണം എന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് നമുക്ക് സന്തോഷം തരുന്ന ഭക്ഷണം ഞാനിപ്പോ അതിനൊക്കെ വിളിക്കും. അങ്ങനെയുള്ള ഭക്ഷണം, സന്തോഷം തരുന്ന ഭക്ഷണം, അത് കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും. അത് ഇച്ചിരി കഴിക്കുന്നതുകൊണ്ട് പ്രശ്നം ഇല്ല എന്നല്ല, പക്ഷെ എന്നാലും ഇറ്റ്സ് ഓക്കെ. നമുക്ക് എല്ലാവർക്കും ഒരു ഇതുണ്ടല്ലോ അത്. പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി കൂടുമ്പോഴും അതിന്റെ റെഗുലാരിറ്റി കൂടുമ്പോഴുമാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മീല് അല്ലെങ്കിൽ ഇപ്പൊ ലിജിൻ ഒത്തിരി നമ്മുടെ നാടൻ ഭക്ഷണത്തില് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോയ്സ് കൊണ്ടുവരുന്ന ഒരാളാണ് അല്ലെ. പുള്ളി ഇപ്പൊ നമ്മൾ ഉച്ചയ്ക്കാവും ഭക്ഷണം കഴിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ചോറ്, പയർ തോരൻ, നമ്മൾ സാധാരണ കാണുന്ന സാധനങ്ങളൊക്കെ കുറച്ചൊരു കളർഫുൾ ആയിട്ട് ലീവ്സ്. അപ്പൊ ലിജിൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ചയിൽ 30 തരം പച്ചക്കറികൾ പ്ലാന്റ് പ്രൊഡക്ട്സ് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ നമ്മൾ സാധാരണ ഒരാൾക്ക് ഇപ്പൊ നമ്മളൊരു വെരി പോഷി ലൈക്ക് അവോക്കാഡോ അങ്ങനത്തെ വെരി റിച്ച് ഒരു എലമെന്റ് അല്ലാത്ത സാധാരണ ഒരു എന്തൊക്കെ കഴിക്കണതായിരിക്കും നമുക്കൊരു. നമ്മള് എന്ത് കഴിച്ചാലും ഇപ്പൊ നമ്മള് ഒന്ന് ക്വാണ്ടിറ്റി ഈസ് ഇമ്പോർട്ടന്റ്, പിന്നെ ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്വാളിറ്റി അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയാണ്. ഇപ്പൊ പ്രോസസ്ഡ് അല്ലാത്ത ഭക്ഷണം പ്രോസസ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിത്തിങ് ദാറ്റ്സ് ഇൻ എ പാക്കറ്റ്, എനിത്തിങ് ദാറ്റ് ഹാവ് ടു, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇത് കേൾക്കുമായിരുന്നു, എനിത്തിങ് ദാറ്റ് ഹാവ് ടു ബി അഡ്വർടൈസ്ഡ്. അഡ്വർടൈസ് ചെയ്യുന്ന എന്ത് സാധനത്തിനും എന്തോ പ്രശ്നം ഉണ്ടെന്നാണ്. കാരണം ഒരു സാധനം നമ്മള് വെജിറ്റബിൾ ആരും അഡ്വർടൈസ് ചെയ്യില്ല. നല്ല ഭക്ഷണം പറഞ്ഞ് വിൽക്കേണ്ട ആവശ്യമുണ്ടോ? നല്ല ഭക്ഷണം. അപ്പൊ പ്രോസസ് ചെയ്യാത്ത ഫുഡ് കഴിക്കുക. പിന്നെ ഞാൻ ഇപ്പൊ എന്റെ രാവിലെ ഭക്ഷണം ഞാൻ ചുരുക്കമാണ് കഴിക്കുന്നത്. ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം ഞാൻ ചോറുണ്ടാവും, കുറച്ച് ചോറ് അല്ലെങ്കിൽ കുറച്ച് ചോറ്, വീട്ടില് ഒരു ചാറുകറി ഉണ്ടാവും, പിന്നെ ഒരു തോരൻ ഉണ്ടാവും വീട്ടിൽ നോർമൽ ആയിട്ട് എന്തെങ്കിലും രീതിയിൽ. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഫൈബറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. പിന്നെ പ്ലാന്റ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ്. ഞാനൊരു വെജിറ്റേറിയൻ ഒന്നും അല്ല എങ്കിൽ പോലും. അപ്പൊ ഒരു 2-3 ഇപ്പൊ പൊട്ടറ്റോയും സ്വീറ്റ് പൊട്ടറ്റോയും മധുരക്കിഴങ്ങും അങ്ങനെ കുറച്ച് ബീൻസ്, പീസ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ട് അതിനകത്ത് ചൂടാറി കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് തൈരിടും, ഇഞ്ചി ചതച്ചിട്ട് അത് ഇടും, കുറച്ച് പച്ചമുളകും ചതച്ചിടും, എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യും. എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണ്. എനിക്ക് തൈര് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ തൈര് നല്ലതാണ്. തൈര് ചൂടോടുകൂടി ഇട്ട് കഴിഞ്ഞാൽ തൈരിന്റെ ഗുണം പോകും. 5 ലിറ്ററിന്റെ ടബ് എടുത്താലും എനിക്ക് ചൂടോട് കൊടുത്ത് ഇടരുത്. കുറച്ച് നന്നായിട്ട് ആറിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ഇടുക. അപ്പൊ അത് എന്റെ ഒരു കറിയാണ്. പിന്നെ തോരൻ എന്ന് വെച്ചാൽ ഞാൻ ക്യാബേജ്, ഇപ്പം ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും. ഇപ്പൊ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് അല്ലെങ്കിൽ ബ്രസൽസ് സ്പ്രൗട്ട്സ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്നുണ്ടാവും. അത് ഞാൻ അതും മറ്റേ സവാളയും തക്കാളിയും ക്യാരറ്റും ഇതെല്ലാം കൂടിയിട്ട് ഒരു സാലഡ് തൈര് വെച്ചിട്ട് അതും ഉണ്ടാവും. പിന്നെ മീനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഉണ്ടാവും. ഇച്ചിരി ചോറും ഉണ്ടാവും. കുറെ സാധനങ്ങൾ ഉണ്ടാവും അതിന്റെ മെയിൻ മീലാണ്. അതാണ് എന്റെ ഡെയിലി ഏറ്റവും വലിയ മീല്. അത് ഉണ്ടാക്കുന്ന രീതികളും എപ്പോഴും വളരെ ഇതായിട്ടാണ്. ഞാൻ ഒത്തിരി ഫ്രൈ ചെയ്ത് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, നോർമലായിട്ട്. ഇത് ഞാൻ ഉണ്ടാക്കി എന്റെ ബാക്കി സാലഡ് ഇതെല്ലാം ഉണ്ടാക്കി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ എല്ലാ ദിവസവും ചേച്ചി കഴിക്കും. എന്റെ വൈഫിനും ഇഷ്ടമാണ്, വൈഫും കഴിക്കും. കുറച്ച് ഇതിനു വേണ്ടി പ്രത്യേകം പ്രപ്പോ ഇതൊന്നുമില്ല.
നമ്മുടെ ഒരു റെഗുലർ ഡയറ്റ്. വൈകുന്നേരം ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ സാലഡ്സ് കഴിക്കും, അല്ലെങ്കിൽ ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ഷേക്ക് ഉണ്ടാക്കി കുടിക്കും. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമുക്കിത് ഫിനിഷ് ചെയ്യുന്ന ഒരു ടോപ്പിക്കും കൂടെ, ഫൈബർ. കാരണം ഫൈബറിനെ കുറിച്ച് ഒരുപാട് റിസർച്ച് നടക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഉള്ളത്. പല രോഗങ്ങൾക്കും ഒരു എന്താ പറയുക ട്രീറ്റ്മെന്റ് ആയിട്ട് തന്നെ ഫൈബർ കണ്ടന്റ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ലിജിന്റെ ഒരു നോളജ് വെച്ചിട്ട് എന്താണ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു ഹാവ് ഫൈബർ ഇൻ ഫുഡ്? ഫൈബർ ശരിക്കും ഫൈബറിന് ഇമ്പോർട്ടൻസ് വന്നത് ഒരിക്കലും ഫൈബറിൽ നിന്നല്ല, മൈക്രോബയോം വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ 10 ട്രില്യൺ മൈക്രോബയോംസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ സെല്ലിന്റെ നമ്പറിനേക്കാളും കൂടുതൽ മൈക്രോബയോംസ് ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ അത് ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ ഇതിലാണ്. നീ മുമ്പ് പറഞ്ഞൊരു സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. അതായത് നമ്മുടെ മൈക്രോബയോമിന് ജീവിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ ഉണ്ടാക്കിയേക്കുന്നെന്ന് സംശയം തോന്നാന്നല്ലേ? അവരല്ലേ കൂടുതല്. നമ്മളെ ഈ മറ്റേ ഇത്തിക്കണ്ടി കയറി പോകുന്ന മാവ് പോലെയാ. കൊറേ ഇത്തിക്കണ്ടിയൊക്കെ എന്തെങ്കിലും മാവില്ല, ഇത്തിക്കണ്ടി താമസിക്കുന്ന വീട് എന്ന് പറഞ്ഞ പോലെയാണ്. ഇത്രയ്ക്ക് ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ മൈക്രോബയോം റിസർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഫൈബറിന്റെ ഇമ്പോർട്ടൻസ്. ഫൈബറിനെ നമ്മൾ വിളിക്കുന്നത് പ്രീബയോട്ടിക് എന്നാണ്. അപ്പൊ ഈ പ്രോബയോട്ടിക് ആണ് പ്രോബയോട്ടിക്സ് എല്ലാവർക്കും അറിയാവുന്ന സാധനം, പ്രീബയോട്ടിക്. അപ്പൊ ഈ മൈക്രോബയോംസ് നല്ല ഗുഡ് മൈക്രോബയോംസ് നമ്മുടെ വയറ്റിലുള്ള ചെറിയ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇതെല്ലാം ഉണ്ട് അതിനകത്ത്. അതാണ് നമ്മുടെ ശരീരത്തിന്റെ പല എല്ലാ സാധനത്തിനും ഡൈജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് ഒത്തിരി നല്ല കാര്യങ്ങൾ. അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബർ മാത്രമാണ്. നല്ല മൈക്രോബയോംസിനെ പക്ഷേ അത് അവർ ഫൈബറിനെ കൺസ്യൂം ചെയ്ത് അവർ അതിനെ ഫാറ്റി ആസിഡ്സ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം ആ പ്രോസസ്സ്, അപ്പൊ മൈക്രോബയോംസ് ഹാപ്പി ആയിരിക്കുമ്പോഴും നല്ല മൈക്രോബയോംസ് ഉള്ളപ്പോഴും അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ അത് പറയുന്നത്. ആ റിസർച്ചാണ് ഫൈബറിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മളിപ്പോ കഴിക്കുന്ന, ഇപ്പൊ എനിക്ക് തോന്നുന്നു റെക്കമെൻഡഡ് ഡെയിലി ഇൻടേക്ക് ഓഫ് ഫൈബർ ഈസ് 30 grams ആണെന്ന് എനിക്ക് തോന്നുന്നു. ആ റേഞ്ച് ആണ്. അപ്പൊ അതിന്റെ 2 ഇരട്ടി കഴിക്കണം എന്നാണ് പറയുന്നത്. അതിന്റെ കുറവ് കൊണ്ടാണ് നമുക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മള് അത് കറക്റ്റായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്ത് നോർമൽ ആയിട്ട് തന്നെ ഇമ്പ്രൂവ് ആവുന്നതാണ് പറയുന്നത്. പിന്നെ വിശപ്പ് കുറയും. കാരണം ഫൈബർ കൂടുമ്പം നമുക്ക് അത്രയും ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല, അത്ര ഭക്ഷണം കഴിക്കാൻ സജഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഫീലിംഗ് പെട്ടെന്ന് വരും. ലെറ്റ്സ് ഹിയർ ഫ്രം അവർ ഓഡിയൻസ് അല്ലെ. നമുക്ക് ഇതിനെ കുറിച്ച് വീണ്ടും അറിയണം, സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വി വിൽ കണ്ടിന്യൂ ദാറ്റ് ചാറ്റ്. ഞാൻ ഇത് പോകുന്ന ആർക്കെങ്കിലും ഇൻഫർമേഷൻ, ഇപ്പൊ ഏറ്റവും നല്ല ഒരു യങ് ഫോർ എവർ എന്നുള്ള അത് നല്ലൊരു ഇതാണ്, ബുക്ക് നല്ലൊരു ഇതാണ്. ഡോക്ടർ ഹൈമന്റെ ബുക്ക്, ഡോക്ടർ ഹൈമൻ ഇസ് ഗുഡ്. ഡോക്ടർ ബി ഹ്യൂബർമാന്റെ പോഡ്കാസ്റ്റിലാണ് ഡോക്ടർ ബി എന്ന് പറഞ്ഞിട്ട്. പുള്ളിയുടെ പോഡ്കാസ്റ്റ് ഒരു ഹൈ ലെവൽ സംഭവം. പുള്ളി എടുക്കുന്ന ടോപ്പിക്സ് ഭയങ്കര. പിന്നെ പീറ്റർ അറ്റിയ, ആന്റിഗാൽപ്പിയും ഫുഡല്ല, പുള്ളി ഒരു എക്സസൈസ് ഫിസിയോളജിസ്റ്റ് ആണ്. അപ്പൊ എക്സസൈസിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരോട്, അവരുടെ ബുക്സ്, എല്ലാവർക്കും ബുക്സ് ഉണ്ട്, അപ്പം അവരുടെ ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ കഴിഞ്ഞ ദിവസം ലിജിൻ വേറൊരു പേര് റെക്കമെൻഡ് ചെയ്തായിരുന്നു, സച്ചിൻ പാണ്ഡെയോ? സച്ചിൻ പാണ്ഡെ, അത് സർക്കേഡിയൻ റിതം. ഞാനത് സർക്കേഡിയൻ നമ്മൾ സംസാരിച്ചായിരുന്നു. സർക്കേഡിയൻ റിതം വെച്ചാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ബയോളജിക്കൽ ക്ലോക്ക്. അതിനെക്കുറിച്ച് ലോകത്ത് ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് സച്ചിൻ പാണ്ഡെ, ഡോക്ടർ സച്ചിൻ പാണ്ഡെ. അപ്പൊ പുള്ളിനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു ആപ്പൊക്കെ ഉണ്ട്, നമുക്ക് സെക്കൻഡിനെ കുറിച്ച് ഇത് ചെയ്യാനും അവരുടെ ആപ്പൊക്കെ ഉണ്ട്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അത് വേറൊരു ദിവസം അടുത്തൊരു ടോപ്പിക്കായിട്ട് അല്ലേ? നമുക്ക് നിങ്ങളെ അഭിപ്രായങ്ങളും നിങ്ങൾക്കുള്ള കമന്റുകളും ഒക്കെ ഷെയർ ചെയ്യാൻ ഞങ്ങളുമായിട്ട്. ഇഫ് യു വാണ്ട് ടു ഹിയർ മോർ അബൌട്ട് ദിസ്, പ്ലീസ് കമന്റ്, വിൽ ടോക്ക് മോർ അബൌട്ട് ഇറ്റ്. താങ്ക് യു. Bye bye.